Hi all, +2 സുവോളജിയിലെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് എന്ന ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയ റിവിഷനാണ് ഇന്നത്തെ ക്ലാസ്. ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ടോപ്പിക്കാണ് ഡിസീസ്. അതിൽ ബാക്ടീരിയൽ ആൻഡ് പ്രോട്ടോസോൺ ഡിസീസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ബാക്ടീരിയൽ ഡിസീസ്. എക്സാമ്പിൾ ടൈഫോയിഡ്. ബാക്ടീരിയ കാരണം വരുന്ന ഡിസീസാണ് ടൈഫോയിഡ്. പാത്തോജൻ മീൻസ് മൈക്രോ ഓർഗാനിസം ദാറ്റ് കോസ് ഡിസീസ്. ഡിസീസിന് കാരണമായ മൈക്രോ ഓർഗാനിസം ആണ് പാത്തോജൻ. സോ ഏത് പാത്തോജൻ അല്ലെങ്കിൽ ഏത് ബാക്ടീരിയ ആണ് ടൈഫോയിഡിന് കാരണം? സാൽമോണല്ല ടൈഫി. ഓക്കെ, സോ സാൽമോണല്ല ടൈഫി ഈസ് റെസ്പോൺസിബിൾ ഫോർ ടൈഫോയിഡ് ഫീവർ. ട്രാൻസ്മിഷൻ. എങ്ങനെയാണ് ഈ അസുഖം പകരുന്നത്? ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. കണ്ടാമിനേറ്റഡ് ഫുഡിലൂടെയും വാട്ടറിലൂടെയുമാണ് ഈ ബാക്ടീരിയ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഇൻഫെക്റ്റഡ് പാർട്ട് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ദെൻ മൈഗ്രേറ്റ് ടു അതർ ഓർഗൻസ്. സോ ഈ ബാക്ടീരിയ കണ്ടാമിനേറ്റഡ് ഫുഡിലൂടെയും വാട്ടറിലൂടെയും നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലെത്തും. അതിനുശേഷം പിന്നീട് മറ്റുള്ള ഓർഗൻസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. ഓക്കെ, സിംറ്റംസ് എന്തൊക്കെയാണ്? രോഗലക്ഷണങ്ങൾ: സസ്റ്റെയിൻഡ് ഹൈ ഫീവർ 39 to 40 degrees Celsius, വീക്ക്നെസ്, സ്റ്റൊമക് പെയിൻ, കോൺസ്റ്റിപ്പേഷൻ, ലോസ് ഓഫ് appetite, headache etc. intestinal perforation and death in severe cases. എന്തൊക്കെയായിരിക്കും രോഗലക്ഷണങ്ങൾ? നല്ല പനിയായിരിക്കും, തലവേദന, ക്ഷീണം, വയറുവേദന, കോൺസ്റ്റിപ്പേഷൻ അതായത് ടൈറ്റ് മോഷൻ, വിശപ്പില്ലായ്മ, ഇതൊക്കെയാണ് നോർമലി കാണുന്ന സിംറ്റംസ്. ഇനി സീവിയർ കേസ് ആയാൽ, ഡിസീസ് സീവിയർ ആയി കഴിഞ്ഞാൽ ഇൻറ്റസ്റ്റിനൽ പെർഫൊറേഷൻ, ഇൻറ്റസ്റ്റൈനിൽ പെർഫൊറേഷൻ, ഹോൾസ് വരാൻ ചാൻസ് ഉണ്ട്. അത് കാരണം മരണം വരെ സംഭവിക്കാം. കൺഫർമേഷൻ ടെസ്റ്റ് ഓഫ് ടൈഫോയിഡ് കൺഫേം ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ലാബിൽ ചെയ്യുന്ന ടെസ്റ്റാണ് വിഡാൽ ടെസ്റ്റ്. നെക്സ്റ്റ് ഈസ് പ്രോട്ടോസോൺ ഡിസീസ് നെയിം മലേറിയ. മലമ്പനിക്ക് കാരണം പ്രോട്ടോസോൻ ആണ്. സോ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദാറ്റ് പ്രോട്ടോസോൻ? അല്ലെങ്കിൽ പാത്തജൻ്റെ പേരെന്താണ്? പ്ലാസ്മോഡിയം. സോ ഒരുപാട് സ്പീഷീസ് ഉണ്ട്. പ്ലാസ്മോഡിയം വിവാക്സ്, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഫാൽസിപാരം. സോ പ്രോട്ടോസോൺ ഡിസീസിന് ഒരു എക്സാമ്പിളാണ് മലേറിയ. മലേറിയക്ക് കാരണം പ്ലാസ്മോഡിയം എന്ന പാത്തോജനാണ്. ട്രാൻസ്മിഷൻ. മലേറിയ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ്. സോ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ വെക്റ്ററാണ്. ഒരു പേഴ്സണിൽ നിന്നും മറ്റൊരു പേഴ്സണിലേക്ക് ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഏജൻ്റാണ് ഈ മോസ്കിറ്റോ വഴിയാണ് മലമ്പനി അല്ലെങ്കിൽ മലേറിയ പകരുന്നത്. ഇൻഫെക്റ്റഡ് പാർട്ട് ലിവർ സെൽസ് ആൻഡ് റെഡ് ബ്ലഡ് സെൽസ് RBC. സിംറ്റംസ്: ചിൽ ആൻഡ് ഹൈ ഫീവർ recurring every 3 to 4 days. Hemozoin toxin produced by the parasite is responsible for chill and fever. രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഓരോ 3-4 ദിവസത്തിലും ആവർത്തിച്ചുള്ള തണുപ്പും കടുത്ത പനിയും. ആൻഡ് ഹീമോസോയിൻ എന്ന് പറയുന്ന ടോക്സിനാണ് ഈ പനിക്കും തണുപ്പിനും കാരണം. പാരസൈറ്റ് അല്ലെങ്കിൽ പ്ലാസ്മോഡിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീമോസോയിൻ ടോക്സിൻ കാരണമാണ് പനിയും തണുപ്പും വരുന്നത്. ഓക്കെ, നോട്ട് ദാറ്റ് പോയിന്റ്. മലേറിയൽ പാരസൈറ്റ് റിക്വയർസ് 2 hosts, ഹ്യൂമൻ ആൻഡ് മോസ്കിറ്റോസ്. മലേറിയൽ പാരസൈറ്റിന് 2 ഹോസ്റ്റ് വേണം അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ. ആരൊക്കെയാണ് 2 ഹോസ്റ്റ്? ഹ്യൂമൻ ബീങ്സും മോസ്കിറ്റോ. ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ഈസ് ദ വെക്റ്റർ ട്രാൻസ്മിറ്റിംഗ് ഏജൻറ്റ്. സോ മലേറിയൻ്റെ വെക്റ്റർ എന്ന് പറയുന്നത്, വെക്റ്റർ മീൻസ് ഒരു ഓർഗാനിസത്തിൽ നിന്ന് മറ്റൊരു ഓർഗാനിസത്തിലേക്ക് ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത്, ക്യാരി ചെയ്യുന്നത് വെക്റ്ററാണ്. സോ ആരാണ് വെക്റ്റർ? ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. മോസ്റ്റ് സീരിയസ് മലേറിയ ഇസ് കോസ്ഡ് ബൈ പ്ലാസ്മോഡിയം ഫാൽസിപാരം. സോ 3 സ്പീഷീസ് നമ്മൾ പറഞ്ഞു: പ്ലാസ്മോഡിയം വിവാക്സ്, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഫാൽസിപാരം. ഇതിൽ സീരിയസ് ആയിട്ടുള്ള മലേറിയക്ക് കാരണം പ്ലാസ്മോഡിയം ഫാൽസിപാരം ആണ്. മലേറിയൽ പാരസൈറ്റിൻ്റെ ലൈഫ് സൈക്കിൾ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, വെൻ ദ മോസ്കിറ്റോ ബൈറ്റ്സ് അനദർ ഹ്യൂമൻ, സ്പോറോസോയിഡ്സ് ആർ ഇഞ്ചെക്റ്റഡ് വിത്ത് ബൈറ്റ്. മോസ്കിറ്റോ ഒരാളെ ബൈറ്റ് ചെയ്യുന്നു, സ്പോറോസോയിറ്റ് ആ സമയത്ത് അയാളുടെ ബോഡിയിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യപ്പെടും. ഓക്കെ, സ്പോറോസോയിറ്റ് എന്ന് പറഞ്ഞാൽ പാരസൈറ്റ് ആണ്. പ്ലാസ്മോഡിയത്തിൻ്റെ ഇൻഫെക്റ്റീവ് സ്റ്റേജ് ആണ് സ്പോറോസോയിറ്റ്. പാരസൈറ്റ് മോസ്കിറ്റോ ബൈറ്റിലൂടെ ഹ്യൂമൻ ബോഡിയിലേക്ക് എൻ്റർ ചെയ്തു. പാരസൈറ്റ്സ് ഓർ സ്പോറോസോയിഡ്സ് റീച്ച് ദ ലിവർ ത്രൂ ബ്ലഡ്. പാരസൈറ്റ് അതായത് സ്പോറോസോയിഡ് ഫോം ബ്ലഡിലൂടെ മൂവ് ചെയ്ത് ലിവർ സെൽസിലെത്തും. Next, the parasite reproduces asexually in liver cells, bursting the cell and releasing into the blood. ലിവറിൽ വെച്ച് പാരസൈറ്റ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തും. ലിവർ സെൽസിനെ ബ്രേക്ക് ചെയ്ത് നെക്സ്റ്റ് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. നെക്സ്റ്റ്, പാരസൈറ്റ്സ് റീപ്രൊഡ്യൂസ് asexually in red blood cells, bursting the red blood cells and causing cycles of fever and other symptoms.
റിലീസ്ഡ് പാരസൈറ്റ്സ് ഇൻഫെക്റ്റ് ന്യൂ റെഡ് ബ്ലഡ് സെൽസ്. RBCയിൽ വെച്ച് പാരസൈറ്റ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തും. RBCയെ ബ്രേക്ക് ചെയ്യും, ബേസ്റ്റ് ചെയ്യും, അതിനുശേഷം റിലീസ് ചെയ്യും. ഈ സമയത്താണ് പനി വരിക. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു പനി വരാൻ കാരണം ഹീമോസോയിൻ എന്ന് പറയുന്ന ടോക്സിനാണ്. സോ ഈ ഒരു സ്റ്റേജിൽ വെച്ചാണ് ഹീമോസോയിൻ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഹീമോസോയിൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫീവർ ആൻഡ് ചിൽ. ആൻഡ് റിലീസ്ഡ് പാരസൈറ്റ് ഇൻഫെക്ട് ന്യൂ റെഡ് ബ്ലഡ് സെൽസ്. RBC ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് റിലീസ് ചെയ്ത പാരസൈറ്റ് മറ്റുള്ള RBCയെ കൂടി ഇൻഫെക്റ്റ് ചെയ്യും. സെക്ഷുവൽ സ്റ്റേജസ് ഗാമറ്റോസൈറ്റ്സ് ഡെവലപ്പ് ഇൻ റെഡ് ബ്ലഡ് സെൽസ്. RBCയിൽ വെച്ച് ഗാമറ്റോസൈറ്റ്സ് ഫോം ചെയ്യും. ഗാമറ്റോസൈറ്റ്സ് എന്ന് പറയുന്നത് ഈ പാരസൈറ്റിൻ്റെ സെക്ഷുവൽ സ്റ്റേജസ് ആണ്. ഓക്കെ, സോ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റോസൈറ്റ്സ് ഫോം ചെയ്യും. ഇത്രയും ഈവൻറ്റ്സ് നടക്കുന്നത് ഹ്യൂമൻ ഹോസ്റ്റിലാണ്. ഓക്കെ, ഹ്യൂമൻ ബീങ്സിൻ്റെ ബോഡിയിലാണ് ഇത്രയും ചേഞ്ചസ് നടക്കുന്നത്. നെക്സ്റ്റ്, ഫീമെയിൽ മോസ്കിറ്റോ ടേക്സ് അപ്പ് ഗാമറ്റോസൈറ്റ്സ് വിത്ത് ബ്ലഡ് മീൽ. ഇൻഫെക്റ്റഡ് ആയ ഹ്യൂമൻ ബീങ്ങിന് ഒരു ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ വന്ന് ബൈറ്റ് ചെയ്താൽ ഗാമറ്റോസൈറ്റ്സ് ഹ്യൂമൻ ഹോസ്റ്റിൽ നിന്നും നെക്സ്റ്റ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോയിലേക്ക് മൂവ് ചെയ്യും. മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റോസൈറ്റ്സ് ഇപ്പോഴും ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോൻ്റെ ബോഡിയിലാണുള്ളത് അല്ലേ. ഫെർട്ടിലൈസേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ മോസ്കിറ്റോസ് ഇൻറ്റസ്റ്റൈൻ. മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റോസൈറ്റ് ഫെർട്ടിലൈസേഷൻ നടന്ന് ഡെവലപ്പ് ചെയ്യുന്നത്, മറ്റുള്ള സ്റ്റേജസ് ഡെവലപ്പ് ചെയ്യുന്നത് മോസ്കിറ്റോയുടെ ഇൻറ്റസ്റ്റൈനിൽ വെച്ചാണ്. മെച്യൂർ ഇൻഫെക്റ്റീവ് സ്റ്റേജസ് സ്പോറോസോയിഡ്സ് എസ്കേപ്പ് ഫ്രം ഇൻറ്റസ്റ്റൈൻ ആൻഡ് മൈഗ്രേറ്റ് ടു ദ മോസ്കിറ്റോ സലൈവറി ഗ്ലാൻഡ്സ്. സോ സ്പോറോസോയിഡ്സ് ഫോം ചെയ്തു, ഇൻറ്റസ്റ്റൈനിൽ വെച്ച് സ്പോറോസോയിഡ്സ് ഫോം ചെയ്തു. ഈ സ്പോറോസോയിഡ്സ് നെക്സ്റ്റ് മോസ്കിറ്റോയുടെ സലൈവറി ഗ്ലാൻഡ്സിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ഇനി ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. ഈ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ വേറൊരു ഹ്യൂമൻ ബീങ്ങിനെ ബൈറ്റ് ചെയ്താൽ സ്പോറോസോയിഡ്സ് ഇഞ്ചെക്റ്റ് ചെയ്യും. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും. മലേറിയൽ പാരസൈറ്റ് അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് 2 ഹോസ്റ്റിലാണെന്ന് പറഞ്ഞു, ഹ്യൂമൻ ഹോസ്റ്റ് ആൻഡ് മോസ്കിറ്റോ ഹോസ്റ്റ്. സോ ഹ്യൂമൻ ഹോസ്റ്റിൽ നടക്കുന്ന ഇവൻറ്റ്സ് ഒന്നുകൂടി നോക്കാം. മോസ്കിറ്റോ ബൈറ്റ്സ് അനദർ ഹ്യൂമൻ, സ്പോറോസോയിഡ്സ് ആർ ഇഞ്ചെക്റ്റഡ്. മോസ്കിറ്റോ ബൈറ്റ് ചെയ്യുമ്പോൾ സ്പോറോസോയിറ്റ് ഹ്യൂമൻ ബീങ്ങിൻ്റെ ബോഡിയിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യും. പാരസൈറ്റ് റീച്ച് ലിവർ ത്രൂ ബ്ലഡ്. നെക്സ്റ്റ് ഈ പാരസൈറ്റ് അതായത് സ്പോറോസോയിറ്റ് ബ്ലഡിൽ കൂടെ മൂവ് ചെയ്ത് ലിവറിലെത്തും. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ലിവർ സെൽസ്, ബേസ്റ്റിംഗ് സെൽസ് റിലീസിങ് ഇൻ ടു ബ്ലഡ്. ലിവർ സെൽസിൽ വെച്ച് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്ന് നെക്സ്റ്റ് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. പാരസൈറ്റ് ബ്ലഡിലേക്ക് മൂവ് ചെയ്യും. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ RBC, ബേസ്റ്റിംഗ് RBCs, റിലീസ് ഹീമോസോയിൻ, സൈക്കിൾസ് ഓഫ് ഫീവർ ആൻഡ് അതർ സിംറ്റംസ്. RBCയിൽ വെച്ച് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കും. RBC ബ്രേക്ക് ചെയ്യും. ഈ പാരസൈറ്റ് ഹീമോസോയിൻ എന്ന് പറയുന്ന ടോക്സിന് റിലീസ് ചെയ്യും. അത് കാരണം പനിയും തണുപ്പും വരും, ഫീവർ ആൻഡ് ചിൽ. ഗാമറ്റോസൈറ്റ്സ് സെക്ഷൽ സ്റ്റേജസ് ആർ ഫോംഡ് ഇൻ RBC. RBCയിൽ വെച്ച് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റോസൈറ്റ്സ് ഫോം ചെയ്യും. ഇത്രയും നടക്കുന്നത് ഹ്യൂമൻ ഹോസ്റ്റിൽ വെച്ചാണ്. നെക്സ്റ്റ് ഒരു ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ വന്ന് ഇൻഫെക്റ്റഡ് ആയ ഈ ഹ്യൂമൻ ബീങ്ങിനെ ബൈറ്റ് ചെയ്താൽ ഗാമറ്റോസൈറ്റ്സ് മോസ്കിറ്റോൻ്റെ ബോഡിയിലേക്ക് മൂവ് ചെയ്യും. ഫീമെയിൽ മോസ്കിറ്റോ സക്സ് ബ്ലഡ് വിത്ത് ഗാമറ്റോസൈറ്റ്സ്. ഫെർട്ടിലൈസേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ മോസ്കിറ്റോസ് ഗട്ട്. മോസ്കിറ്റോയുടെ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റോസൈറ്റ് ഫെർട്ടിലൈസേഷൻ നടന്ന് നെക്സ്റ്റ് സ്റ്റേജസ് ഡെവലപ്പ് ചെയ്യും. മെച്യൂർ ഇൻഫെക്റ്റീവ് സ്റ്റേജസ് സ്പോറോസോയിഡ്സ് എസ്കേപ്പ് ഫ്രം ഇൻറ്റസ്റ്റൈൻ ആൻഡ് മൈഗ്രേറ്റ് ടു ദ മോസ്കിറ്റോ സലൈവറി ഗ്ലാൻഡ്സ്. സ്പോറോസോയിഡ്സ് ഫോം ചെയ്യും ഇൻറ്റസ്റ്റൈനിൽ വെച്ച്. നെക്സ്റ്റ് സ്പോറോസോയിഡ്സ് മോസ്കിറ്റോയുടെ സലൈവറി ഗ്ലാൻഡ്സിലേക്ക് മൂവ് ചെയ്യും. നെക്സ്റ്റ് ടോപ്പിക് ഇമ്മ്യൂണിറ്റി. രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവാണ് ഇമ്മ്യൂണിറ്റി. ഇറ്റ് ഈസ് ഓഫ് 2 ടൈപ്സ്. 2 ടൈപ്പ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആൻഡ് അക്യൂർഡ് ഇമ്മ്യൂണിറ്റി. അതിൽ ഫസ്റ്റ് വൺ ഇന്നേറ്റ് ഓർ ഇൻബോൺ ഇമ്മ്യൂണിറ്റി. ഇറ്റ് ഈസ് ദ നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി. ഇറ്റ് ഈസ് പ്രസൻറ്റ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത്. നോൺ സ്പെസിഫിക് ടൈപ്പാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്ന എല്ലാത്തരം പാത്തജൻസിനെയും പ്രിവെൻറ്റ് ചെയ്യുന്നത് നോൺ സ്പെസിഫിക് ടൈപ്പ് ഇമ്മ്യൂണിറ്റിയാണ്. ഓക്കെ, ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഇമ്മ്യൂണിറ്റിയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ഇറ്റ് ഇൻക്ലൂഡ്സ് 4 ടൈപ്സ് ഓഫ് ബാരിയേഴ്സ്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന 4 ടൈപ്പ് ബാരിയേഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് പാത്തജൻസിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ബാരിയേഴ്സ്. ദേ ആർ ഫിസിക്കൽ ബാരിയർ, ഫിസിയോളജിക്കൽ ബാരിയർ, സെല്ലുലാർ ബാരിയർ ആൻഡ് സൈറ്റോകിൻ ബാരിയർ. ഫസ്റ്റ് വൺ ഫിസിക്കൽ ബാരിയർ. സ്കിൻ മ്യൂക്കസ് കോട്ടിംഗ് ഓഫ് ദ റെസ്പിറേറ്ററി, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ആൻഡ് യൂറോജെനിറ്റൽ ട്രാക്ട്. സ്കിൻ ഒരു ഫിസിക്കൽ ബാരിയറാണ്. ജേംസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സ്കിന്നെ സഹായിക്കുന്നു. അതേപോലെ തന്നെ റെസ്പിറേറ്ററി, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ആൻഡ് യൂറോജെനിറ്റൽ ട്രാക്ട്സിൻ്റെ അകത്ത് കാണുന്ന മ്യൂക്കസ് കോട്ടിങ്ങും ജേംസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു.
So skin and mucus coating both are examples for physical barrier. Next one, physiological barrier. Acid in the stomach. Stomachil കാണുന്ന hydrochloric acid. Saliva in the mouth. Mouthil കാണുന്ന saliva. Tear from eyes. ഐസിലുള്ള ടിയർ. ഇതൊക്കെയും ഫിസിയോളജിക്കൽ ബാരിയർ ആണ്. ജേംസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഈ ബാരിയേഴ്സ് സഹായിക്കുന്നുണ്ട്. സെല്ലുലാർ ബാരിയർ, ല്യൂക്കോസൈഡ്സ്. WBC like polymorphonuclear leukocytes, that is PMNL neutrophils and monocyte, natural killer cells, macrophages etc. സെല്ലുലാർ ബാരിയേഴ്സിന് എക്സാമ്പിൾ ആണ് ല്യൂക്കോസൈറ്റ്. ല്യൂക്കോസൈറ്റിന് ഒരു എക്സാമ്പിൾ ആണ് പോളിമോർഫോന്യൂക്ലിയർ ല്യൂക്കോസൈറ്റ് അല്ലെങ്കിൽ PMNL ആൻഡ് മോണോസൈറ്റ്സ്. ഇത് രണ്ടും WBCക്ക് എക്സാമ്പിൾ ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ, നാച്ചുറൽ കില്ലർ സെൽസ്, മാക്രോഫേജസ്. ഇതൊക്കെയും സെല്ലുലാർ ബാരിയേഴ്സ് ആണ്. സൈറ്റോകിൻ ബാരിയർ. Virus infected cells secrete protein called interferon. It protects non-infected cells from further viral infection. ഒരു സെല്ലിലേക്ക് വൈറസ് എൻ്റർ ചെയ്താൽ ആ സെല്ല് ഇൻ്റർഫെറോൺസ് എന്ന് പറയുന്ന പ്രോട്ടീന് പ്രൊഡ്യൂസ് ചെയ്യും. ഇൻ്റർഫെറോൺസ് മറ്റുള്ള സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് വൈറസ് മറ്റുള്ള സെൽസിലേക്ക് മൂവ് ചെയ്യുന്നത് ഇൻ്റർഫെറോൺസ് പ്രിവെൻറ്റ് ചെയ്യും. Second type of immunity is acute immunity. It is pathogen-specific immunity. It is developed during lifetime. രണ്ടാമത്തെ ടൈപ്പ് ഇമ്മ്യൂണിറ്റി ആണ് അക്യൂട്ട് ഇമ്മ്യൂണിറ്റി. നമ്മൾ ജനിച്ചതിന് ശേഷം ലൈഫ് ടൈമിൽ അക്യൂർ ചെയ്യുന്ന ഇമ്മ്യൂണിറ്റി ആണ് അക്യൂട്ട് ഇമ്മ്യൂണിറ്റി. ഇത് പാത്തോജൻ സ്പെസിഫിക് ആണ്. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള പാത്തോജൻസിനെതിരെയാണ് ഈ ഇമ്മ്യൂണിറ്റി പവർ നമ്മുടെ ബോഡിയെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ പാത്തോജൻ സ്പെസിഫിക് ആണ്, അക്യൂർ ഡ്യൂറിങ് ലൈഫ് ടൈമിൽ നമുക്ക് കിട്ടിയ ഇമ്മ്യൂണിറ്റി പവറാണ് അക്യൂട്ട് ഇമ്മ്യൂണിറ്റി. ഒരു പാത്തോജൻ അല്ലെങ്കിൽ ഒരു ജേം നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്താൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡി ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ആൻറ്റിബോഡി മീൻസ് വാട്ട്? ദീസ് ആർ ദ പ്രോട്ടീൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ അവർ ബോഡി എഗെയിൻസ്റ്റ് ആൻറ്റിജൻസ്. ആൻറ്റിജൻസിനെതിരെ നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസ് ആണ് ആൻറ്റിബോഡീസ്. ആൻറ്റിജൻസ് എന്ന് പറയുമ്പോൾ അതിൽ പാത്തോജൻസ് ഉൾപ്പെട്ടു, ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഇതൊക്കെയും ആൻറ്റിജൻസ് ആണ്. സോ ആൻറ്റിജൻസിനെതിരെ നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീനാണ് ആൻറ്റിബോഡി. ആൻ ആൻറ്റിബോഡി ഹാസ് 4 പോളിപെപ്റ്റൈഡ് ചെയിൻസ്, ദാറ്റ് ഈസ് H2L2. ആൻറ്റിബോഡിയുടെ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻറ്റിബോഡിയിൽ 4 പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഉണ്ട്. H2L2 എന്ന് പറഞ്ഞാൽ ഹെവി ചെയിൻ 2 എണ്ണം, ലൈറ്റ് ചെയിൻ 2 എണ്ണം. ഓക്കെ, ദാറ്റ് ഈസ് 2 ലൈറ്റ് ചെയിൻസ് ആൻഡ് 2 ഹെവി ചെയിൻസ്. Let us observe the figure. This is the figure of antibody. ഇതാണ് ആൻറ്റിബോഡിയുടെ ഫിഗർ. ഇത് ഒബ്സർവ് ചെയ്താൽ ലൈറ്റ് ചെയിന് കാണാം. ചെറിയ ചെയിനാണ് ലൈറ്റ് ചെയിൻ. 2 ലൈറ്റ് ചെയിന് കാണാം റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡിൽ. ആൻഡ് ഓൾസോ ഹെവി ചെയിന് കൂടി കാണാം. നീളം കൂടിയ ചെയിനാണ് ഹെവി ചെയിൻ. വൈ ഷേപ്പിൽ കാണുന്ന ചെയിനാണ് ഹെവി ചെയിൻ. സോ 2 ഹെവി ചെയിൻ ഉണ്ട്, 2 ലൈറ്റ് ചെയിൻ ഉണ്ട്. ആൻഡ് ഓൾസോ ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ്. ആൻറ്റിജൻ എന്ന് പറഞ്ഞാൽ പാത്തോജൻ ആവാം, ഡസ്റ്റ് പാർട്ടിക്കിൾ ആവാം. സോ ആൻറ്റിജൻ വന്ന് ബൈൻഡ് ചെയ്യുന്ന സൈറ്റും കൂടി കാണാം. എക്സാമ്പിൾ ഫോർ ആൻറ്റിബോഡി IgG. IG മീൻസ് ഇമ്യൂണോഗ്ലോബുലിൻ എന്നാണ്. ആൻറ്റിബോഡീൻ്റെ മറ്റൊരു പേരാണ് ഇമ്യൂണോഗ്ലോബുലിൻ. സോ IgG റിസീവ്ഡ് ത്രൂ പ്ലാസെൻഡ. പ്ലാസെൻഡ വഴി മദറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആൻറ്റിബോഡിയാണ് IgG. IgA റിസീവ്ഡ് ത്രൂ കൊളസ്ട്രം, ഫസ്റ്റ് മിൽക്ക്. കൊളസ്ട്രം മീൻസ് ഫസ്റ്റ് മിൽക്ക്. ഫസ്റ്റ് മിൽക്കിൽ കൂടെ മദറിൽ നിന്നും നമുക്ക് കിട്ടുന്ന ആൻറ്റിബോഡിയാണ് IgA. IgA പ്രൊവൈഡ് ഇമ്മ്യൂണിറ്റി. ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് IgA ആണ്. ആൻഡ് IgM. നെക്സ്റ്റ് IgE ഇൻവോൾവ് ഇൻ അലർജീസ്. അലർജിക് റിയാക്ഷനിൽ നമ്മുടെ ബോഡിയെ സഹായിക്കുന്നത് IgE ആൻറ്റിബോഡിയാണ്. സോ ദീസ് ആർ സം എക്സാമ്പിൾസ് ഫോർ ആൻറ്റിബോഡീസ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് എയ്ഡ്സ്. എയ്ഡ്സിൻ്റെ എക്സ്പാൻഷൻ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സോ എയ്ഡ്സ് മീൻസ് അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. പാത്തജൻ, എയ്ഡ്സിന് കാരണമായ ഓർഗാനിസം വിച്ച് വൺ? HIV ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. സോ HIV കാരണമാണ് എയ്ഡ്സ് വരിക. ആൻഡ് ഇറ്റ് ഈസ് എ റിട്രോ വൈറസ് ഹാവിങ് RNA ജീനോം. വൈറസിൻ്റെ കേസിൽ RNA ജീനോമാണ്. നോർമൽ അതർ ഓർഗാനിസംസിൻ്റെ കേസിൽ DNA ജീനോമാണ്. പക്ഷേ വൈറസിൻ്റെ കേസിൽ RNA ജീനോമാണ്. അതുകൊണ്ടാണ് റിട്രോ വൈറസ് എന്ന് പറയുന്നത്. ട്രാൻസ്മിഷൻ ഓഫ് എയ്ഡ്സ്. എയ്ഡ്സ് എങ്ങനെയാണ് പകരുക? സെക്ഷൽ കോൺടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ. HIV ഇൻഫെക്റ്റഡ് പേഴ്സണുമായുള്ള സെക്ഷൽ കോൺടാക്റ്റ് വഴി പകരാം. ട്രാൻസ്ഫ്യൂഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ്. HIV ഇൻഫെക്റ്റഡ് ആയ ബ്ലഡാണ് ബ്ലഡ് ഡൊണേഷൻ അല്ലെങ്കിൽ രക്തദാനത്തിന് യൂസ് ചെയ്തത്. അങ്ങനെയും HIV പകരാം. ഷെയറിംഗ് ഓഫ് ഇൻഫെക്റ്റഡ് നീഡിൽസ്. ഇൻഫെക്റ്റഡ് നീഡിൽസ് ഷെയർ ചെയ്താൽ ഡ്രഗ് അബ്യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ നീഡിൽസ് ഷെയർ ചെയ്ത് അവർ
ഡ്രഗ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള കേസിൽ ഇൻഫെക്റ്റഡ് നീഡിലാണെങ്കിലും പകരാം. ഫ്രം ഇൻഫെക്റ്റഡ് മദർ ടു ഹെർ ചൈൽഡ് ത്രൂ പ്ലാസെൻഡ, ഇൻഫെക്റ്റഡ് മദറിൽ നിന്നും ചൈൽഡിലേക്ക് പകരാം. ഡയഗ്നോസിസ്, എയ്ഡ്സ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി, എയ്ഡ്സ് ഉണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ് എലീസ ടെസ്റ്റ്. ഇതിൻ്റെ എക്സ്പാൻഷനും ഇമ്പോർട്ടൻ്റ് ആണ്. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബെൻ്റ് അസേ. സോ ഇതിൻ്റെ കൂടെ ഓർത്ത് വെക്കേണ്ടത് ടൈഫോയിഡ് കൺഫർമേഷൻ ടെസ്റ്റിൻ്റെ പേര്, ദാറ്റ് ഈസ് വിഡാൽ ടെസ്റ്റ്. പ്രിവെൻഷൻ ഓഫ് എയ്ഡ്സ്, മേക്ക് ബ്ലഡ് ഫ്രം ബ്ലഡ് ബാങ്ക്സ് സേഫ് ഫ്രം HIV. ബ്ലഡ് ബാങ്കിലൊക്കെ ബ്ലഡ് സ്വീകരിക്കുമ്പോൾ ഇൻഫെക്റ്റഡ് ബ്ലഡ് അല്ല എന്ന് ഉറപ്പുവരുത്തണം. യൂസ് ഡിസ്പോസിബിൾ നീഡിൽസ് ആൻഡ് സിറിഞ്ചസ്. ഡിസ്പോസിബിൾ നീഡിൽസും സിറിഞ്ചസും യൂസ് ചെയ്യണം. ഒരാൾക്ക് യൂസ് ചെയ്തത് മറ്റൊരാൾക്ക് യൂസ് ചെയ്യാൻ പാടില്ല. അഡ്വക്കേറ്റ് സേഫ് സെക്സ് ആൻഡ് ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോണ്ടംസ്. സേഫ് സെക്സ് പ്രാക്ടീസ് ചെയ്യണം, കോണ്ടംസ് ഫ്രീ ആയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. കൺട്രോൾ ഡ്രഗ് അബ്യൂസ്. ഡ്രഗ് അബ്യൂസ്, ലഹരി ഉപയോഗം തടയണം. ഡ്രഗ്സ് യൂസ് ചെയ്യാൻ വേണ്ടി സിറിഞ്ചസ് ഷെയർ ചെയ്യാറുണ്ട്. സോ അങ്ങനെയും എയ്ഡ്സ് വരാൻ ചാൻസ് ഉണ്ട്. സോ വി ഹാവ് ടു പ്രിവെൻറ്റ് ദാറ്റ്. റെഗുലർ ചെക്കപ്സ് ഫോർ HIV ഇൻ സസെപ്റ്റബിൾ പോപ്പുലേഷൻ. റെഗുലറായി ചെക്കപ്പ് ചെയ്യണം. സോ ദീസ് ആർ ദ മെത്തേഡ്സ് ഫോർ പ്രിവെൻഷൻ ഓഫ് എയ്ഡ്സ്. ഡോണ്ട് ഡൈ ഓഫ് ഇഗ്നറൻസ്. ഈ കോട്ട് എയ്ഡ്സിൻ്റെ കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. എഡ്യൂക്കേറ്റ് പീപ്പിൾ എബൌട്ട് എയ്ഡ്സ് ത്രൂ ഓർഗനൈസേഷൻസ് ലൈക്ക്. ആൾക്കാരിൽ എയ്ഡ്സിനെ പറ്റിയുള്ള അവയർനെസ് കൊടുക്കണം. അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ആണ് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ആൻഡ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഇതിൻ്റെയൊക്കെ എക്സ്പാൻഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ക്യാൻസർ. ക്യാൻസർ ഈസ് എൻ അബ്നോർമൽ ആൻഡ് അൺകൺട്രോൾഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽസ് റിസൾട്ടിംഗ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ട്യൂമർ ഓർ മാസസ് ഓഫ് സെൽസ്. നോർമലി ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 സെല്ലുകൾ ഫോം ചെയ്യും. ബട്ട് സെല്ല് എബ്നോർമലി ഡിവൈഡ് ചെയ്ത് 2ൽ കൂടുതൽ സെല്ല് അല്ലെങ്കിൽ സെല്ലുകളുടെ കൂട്ടം ഫോം ചെയ്താൽ അത് ട്യൂമർ ഓർ ക്യാൻസറായി മാറും. സോ വാട്ട് ഈസ് ദ റീസൺ ഫോർ ക്യാൻസർ? abnormal and uncontrolled multiplication of cell. അത് കാരണം what happens? Formation of tumor. There are 2 types of tumor, benign tumor and malignant tumor. First type, benign tumor, confined to the place of its origin, they do not spread to other parts, cause little damage, harmless. എവിടെയാണോ ട്യൂമർ ഫോം ചെയ്തത് അവിടെ തന്നെ നിൽക്കും, സ്പ്രെഡ് ചെയ്യില്ല, അതുകൊണ്ട് അത്രയ്ക്ക് ഹാംഫുൾ അല്ല. സെക്കൻഡ് വൺ, മാലിഗ്നന്റ് ട്യൂമർ, divide and grow rapidly, invade and damage to the surrounding tissues, shows a property called metastasis, harmful. സെൽസ് ഡിവൈഡ് ചെയ്ത് മറ്റുള്ള പ്ലേസിലേക്ക് സ്പ്രെഡ് ചെയ്യും. മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി കാണിക്കും. അതുകൊണ്ട് തന്നെ സ്പ്രെഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹാംഫുൾ ആണ്. ഓക്കെ, സോ ദെൻ വാട്ട് ഈസ് ദിസ് മെറ്റാസ്റ്റാസിസ്? Metastasis, cells separate from tumors and reach distant places through blood. They start new tumor there. This property is called metastasis. ട്യൂമറിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത സെൽസ് ബ്ലഡിൽ കൂടെ മൂവ് ചെയ്ത് മറ്റുള്ള പ്ലേസിലേക്ക് സ്പ്രെഡ് ചെയ്യും. ഈ പ്രോപ്പർട്ടിനെയാണ് മെറ്റാസ്റ്റാസിസ് എന്ന് പറയാം. ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസർ. ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസർ. ഏതൊക്കെയാണ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്? റേഡിയോതെറാപ്പി, കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജറി. Radiotherapy, tumor cells are irradiated lethally without damaging surrounding normal tissues. ട്യൂമർ സെൽസിനെ റേഡിയേഷൻ ചെയ്ത് നശിപ്പിക്കുന്ന ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് റേഡിയോതെറാപ്പി. മറ്റുള്ള നോർമൽ ടിഷ്യൂസിന് ഡാമേജ് വരാതെ പോലെ റേഡിയേഷൻ ചെയ്ത് ട്യൂമർ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യും. കീമോതെറാപ്പി, യൂസ് ഓഫ് കീമോതെറാപ്യൂട്ടിക് ഡ്രഗ്സ്. മരുന്നുകൾ യൂസ് ചെയ്തുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് കീമോതെറാപ്പി. Many drugs have side effects like hair loss, anemia, etc. Immunotherapy. The patients are given biological response modifiers, example alpha interferon, which activate their immune system and helps in destroying the tumor. രോഗികൾക്ക് ഇൻ്റർഫിറോൺസ് നൽകും. ഇൻ്റർഫിറോൺസ് നൽകുന്നത് കൊണ്ട് അവരുടെ ഇമ്മ്യൂണിറ്റി പവർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇത് ട്യൂമറിനെ നശിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നു. ആൻഡ് ലാസ്റ്റ് മെത്തേഡ്, സർജറി. ട്യൂമർ വന്ന ഭാഗം സർജറി ചെയ്ത് റിമൂവ് ചെയ്യാം. നെക്സ്റ്റ് ടോപ്പിക്, ഇഫക്ട്സ് ഓഫ് ഡ്രഗ്സ് ഓർ ആൽക്കഹോൾ അബ്യൂസ്. ഡ്രഗ്സ് അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രോബ്ലംസ്. റെക്ലെസ് ബിഹേവിയർ, വാൻഡലിസം ആൻഡ് വയലൻസ്. അശ്രദ്ധമായ പെരുമാറ്റമായിരിക്കും, അല്ലെങ്കിൽ ഒരു നശീകരണ സ്വഭാവമായിരിക്കും. വയലൻസ്, അക്രമ സ്വഭാവം കാണിക്കും. കോമ ആൻഡ് ഡെത്ത് ഡ്യൂ ടു റെസ്പിറേറ്ററി ഫെയിലിയർ, ഹാർട്ട് ഫെയിലിയർ ഓർ സെറിബ്രൽ ഹെമറേജ്. റെസ്പിറേറ്ററി ഫെയിലിയർ കാരണം, ഹാർട്ട് ഫെയിലിയർ കാരണം, അല്ലെങ്കിൽ സെറിബ്രത്തിലുള്ള ഹെമറേജ് രക്തസ്രാവം കാരണം കോമ സ്റ്റേജിലെത്താം, അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം. ഡാമേജ് ഓഫ് നെർവസ് സിസ്റ്റം ആൻഡ് ലിവർ സിറോസിസ്.
നെർവസ് സിസ്റ്റത്തിന് ഡാമേജ് വരാം, ലിവർ പ്രോബ്ലംസ് വരാം, മെൻ്റൽ ആൻഡ് സോഷ്യൽ ഡിസ്ട്രസ് ടു ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും മാനസികവും സാമൂഹികവുമായ ദുരിതം, അതായത് പ്രോബ്ലംസ് വരാം. ഓക്കെ, മെൻ്റലി ആൻഡ് സോഷ്യലി പ്രോബ്ലംസ് വരാം. സോഷ്യൽ പ്രോബ്ലംസ് ലൈക്ക് സ്റ്റീലിംഗ് ആൻഡ് സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസസ് ലൈക്ക് എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് ബി എക്സെട്ര, മോഷ്ടിക്കുന്ന സ്വഭാവം വരാം. അല്ലെങ്കിൽ എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് ബി പോലുള്ള പകർച്ചവ്യാധികൾ, ഇൻഫെക്ഷ്യസ് ഡിസീസസ് വരാം. യൂസ് ഓഫ് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ ബൈ പ്രഗ്നൻറ്റ് വിമൻ എഫക്റ്റ് ദ ഫീറ്റസ്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള വിമന് ഡ്രഗ്സ് അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസ് ചെയ്താൽ അത് ഫീറ്റസിന്, കുഞ്ഞിനെ എഫക്റ്റ് ചെയ്യും. മിസ്യൂസ് ഓഫ് ഡ്രഗ്സ് ബൈ അത്ലറ്റ്സും ഡ്രഗ്സ് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി അത്ലറ്റ്സും ഡ്രഗ്സ് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ, നർക്കോട്ടിക്, അനാൽജസിക്സ്, അനബോളിക് സ്റ്റിറോയിഡ്സ്, ഡയൂറിറ്റിക്സ് ആൻഡ് സർട്ടൻ ഹോർമോൺസ് ടു ഇൻക്രീസ് മസിൽ സ്ട്രെങ്ത് ആൻഡ് ബൾക്ക് ആൻഡ് ടു പ്രൊമോട്ട് അഗ്രസീവ്നെസ്. മസിൽ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനും അഗ്രസീവ്നെസ് കിട്ടാനും വേണ്ടി അവർ ഒരുപാട് ഡ്രഗ്സ് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ പ്രോബ്ലംസ് ഓഫ് യൂസ് ഓഫ് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ.